പ്രൈസ് ദ ലോർഡ്. ആദ്യമായി മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. മാതാവും ഈശോ ഞങ്ങൾക്ക് തന്നുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സൗബി, ഇത് എൻ്റെ മമ്മി എൽസമ്മ. ഞങ്ങൾ ആയാങ്കുടി അൽഫോൻസാവരം ആയാങ്കുടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ മമ്മിയാണ്. മമ്മി 2022 നവംബർ 17-നാണ് മമ്മി ഉടമ്പടി എടുത്തത്. അത് മെയിനായിട്ടും മമ്മി ഉടമ്പടി എടുത്തത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് യൂറോപ്പിൽ വർക്ക് ചെയ്യണമെന്ന് പറയുമായിരുന്നു. അതനുസരിച്ച് മമ്മി ഉടമ്പടി എടുത്തു. മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ നല്ലൊരു ജോലി കിട്ടണമെന്ന്. അതുപോലെ മമ്മി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യം OET എക്സാം എഴുതിയായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് വേണ്ട സ്കോർ കിട്ടാൻ പറ്റാതായി. കാരണം ഞാൻ അത്രയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുവോ, അത്രയ്ക്ക് ഞാൻ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ കൂടുകയോ ഒന്നും ചെയ്തിരുന്നില്ലായിരുന്നു. പക്ഷെ മമ്മി എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഇവിടെ കൃപാസനമുണ്ട്, അവിടെ മാതാവിൻ്റെ നീ വരുമ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ മമ്മി തന്നെ ആദ്യം ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി. ഞാൻ ഓൺലൈൻ ഉടമ്പടിയും എടുത്തിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് സെപ്റ്റംബർ 15-നാണ് 2023. പക്ഷേ എൻ്റെ തേർഡ് എക്സാം OET എക്സാം എൻ്റെ തേർഡ് എക്സാം സെപ്റ്റംബർ 30-നായിരുന്നു. പക്ഷേ 30-ൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ എക്സാം ഹാളിൽ തന്നെ ഞാൻ പോകുന്ന സമയത്ത് മമ്മി എനിക്ക് ഉപ്പും തൈലവും തന്നു വിട്ടിരുന്നു. അതനുസരിച്ച് മമ്മി എപ്പോഴും പറയുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലണം. ഞാൻ എക്സാം ഹാളിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് സമയമുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ടിന്യൂസ് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ തൈലവും ഉപ്പും എൻ്റെ കയ്യിൽ കരുതിയിരുന്നു. അത് മുഖേന എനിക്ക് ഏറ്റവും പാടുള്ള എക്സാം റീഡിംഗ് ആയിരുന്നു. ആ റീഡിങ്ങിൻ്റെ സമയത്ത് ഓരോ എക്സാമും ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പം എനിക്ക് ആൻസർ കറക്റ്റായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ നോക്കുക നേരെ ആൻസറിലേക്ക് തന്നെ വരുന്ന പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 4 മൊഡ്യൂളിനും B കിട്ടാൻ സഹായിച്ചു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു എക്സാം കൂടെ പാസ്സാവണമായിരുന്നു. അത് RN എക്സാം ആയിരുന്നു, NCLEX RN എക്സാം. അത് തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റും ഞാൻ ഓൾറെഡി ഒരു 2022-ലാണ് എഴുതിയത്. അപ്പം ഞാൻ അത്രയ്ക്ക് ഉടമ്പടി ഒന്നും എടുത്തിരുന്നില്ല. പക്ഷേ 3ാമത്തെ അറ്റംപ്റ്റ് എക്സാം ഭയങ്കര ടഫായിരുന്നു. പക്ഷേ ഇതുപോലെ തന്നെ മമ്മി പറഞ്ഞ അനുസരിച്ച് ഞാൻ വിശ്വാസ പ്രമാണവും തൈലവും ഉപ്പും തൈലവും എല്ലാം കയ്യിൽ കരുതുകയും അത് മമ്മിയെ പറഞ്ഞ അനുസരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ പേനായിൽ മസാജ് ചെയ്ത് തടവുകയും ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് ആ എക്സാമിൻ്റെ റിസൾട്ട് 48 അവേഴ്സിനുള്ളിൽ കിട്ടി. അതും ഞാൻ പാസ്സായി. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടാമത് ഒരു അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അതാണ് ഈ ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു. അത് 6 വർഷമായിട്ട് സ്ഥലം വിൽക്കാൻ ഞങ്ങൾ പാടുപെടുമായിരുന്നു. അത് മമ്മി അവിടെ വന്ന് ഉടമ്പടി തൈലവും ഉപ്പും ആ സ്ഥലത്ത് മമ്മി ഒരു 6 മാസത്തോളം എല്ലാ ഒരാഴ്ച അല്ലെങ്കിൽ 1 മന്ത് കൂടിയിരിക്കുമ്പോഴും അവിടെ വന്ന് വിതറുകയും അവിടെ വന്ന് മമ്മി വിശ്വാസ പ്രമാണം ആ വീടിന് ചുറ്റും നടന്ന വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. അങ്ങനെ ചെന്ന് പ്രാർത്ഥിച്ചതിന് പരമായി 6 മാസത്തിനുള്ളിൽ ആ വീട് വിൽക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായി. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ചെറിയ ക്ലീനേഴ്സ് സ്റ്റാഫ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് സ്റ്റാഫ്, അവർക്കൊന്നും വലിയ ശമ്പളവും കാര്യങ്ങളും ഒന്നുമില്ല. അവർക്ക് പറ്റുന്ന പോലെ ഞാൻ എന്നാ കഴിയുന്ന പോലെ സഹായങ്ങളും ഭക്ഷണമായാലും പൈസ ബേസിലായാലും സഹായങ്ങൾ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മമ്മിക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. അത് വെച്ച് മമ്മിയും നാട്ടിൽ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സും അതുപോലെ തന്നെ രോഗികൾക്കുള്ള മരുന്നിനുള്ള പൈസയും മമ്മി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷേ ഓൺലൈൻ ഉടമ്പടിയും അല്ലെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് പ്രകാരം എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും പണ്ട് ഞാൻ ഒരു 10 മിനിറ്റ്സൊക്കെ ബൈബിൾ വായിക്കുള്ളായിരുന്നു. അതുപോലെ തന്നെ അരമണിക്കൂറിൽ കൂടുതൽ എനിക്ക് ബൈബിൾ വായിച്ച് എനിക്ക് ഒരുങ്ങാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും ഡെയിലി നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുമുള്ള അനുഗ്രഹങ്ങൾ തന്നിരുന്നു. പിന്നെ
ഈ ഉടമ്പടി ഞാനും എൻ്റെ മമ്മിയും ഞങ്ങൾ എടുത്തതിന് പ്രകാരം ഞങ്ങൾക്ക് കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും എല്ലാവിധ സന്തോഷവും പൈസയുടെ ബേസിലായാലും മനസ്സിൻ്റെ ബേസിലായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം നൽകി. ഇതിനു വേണ്ടി ദൈവത്തിനും മാതാവിനും 1000 നന്ദി. ഞങ്ങൾ എല്ലാ 3 മാസം കൂടി ഇരിക്കുമ്പോഴും ഞാൻ ഓൺലൈനോട് എനിക്ക് കാരണം ഞാൻ ഈ ഫെബ്രുവരി 23 ഞാൻ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹപ്രകാരം ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്. വരുന്ന ഫെബ്രുവരി 23 എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം അത്രയ്ക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ ഓൺലൈനിൽ വന്ന് ഉടമ്പടി എടുക്കും. പക്ഷേ എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. മമ്മിയും ഇവിടെ വന്ന് മമ്മി എടുത്തുകൊള്ളും. ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനം 145:18 എൽസമ്മ എന്ന മകളും മോൾ സൗബി പ്രിൻസുമാണ് നമ്മളുടെ അരികിൽ അവരുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. അച്ഛനും അമ്മയും പ്രാർത്ഥനയിലൂടെ സ്വന്തം മക്കളെയും കൈപിടിച്ച് നയിക്കുന്ന ഒരു നല്ലൊരു പ്രാർത്ഥന ജീവിതമാണ് ഉടമ്പടി ജീവിതം. മകളുടെ ജീവിതത്തിൽ ഈ അമ്മയ്ക്ക് നല്ലൊരു പങ്കാണ്. അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസ വളർച്ചയിൽ ഈ അമ്മയാണ് ഈ മകളെ വിശ്വാസത്തിൽ വളരുവാനും ഉടമ്പടി ജീവിതം ഭക്തിയോടെ ആത്മാർത്ഥതയോടെ നയിക്കുവാനും സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ എത്ര വലുതായാലും അതിനെല്ലാം ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ ദൈവം ഇടപെടുകയും അവയ്ക്ക് പരിഹാരം കാണുവാൻ നമുക്കൊരു വഴി തെളിച്ചു തരികയുമാണ് ഉടമ്പടി എന്ന ജീവിതത്തിലൂടെ. സൗബി പ്രിൻസ് ഷെയർ ചെയ്തതുപോലെ മകളുടെ OET എക്സാമും RN എക്സാമും അവൾ പരീക്ഷയ്ക്ക് പോയപ്പോൾ തൈലവും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യമാണ്. നമ്മുടെ കൈവശം ഉപ്പും തൈലവും ഒക്കെ കരുതി പോകുമ്പോൾ ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾക്കൊരു കോൺഫിഡൻസ് നഷ്ടമാവുമ്പോൾ, നമുക്ക് നമ്മിൽ തന്നെ വിശ്വാസമില്ലാതാവുമ്പോൾ ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് ഉടമ്പടി വസ്തുക്കളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പരീക്ഷ പാസ്സാകുവാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത് പോലെ പാസ്സാകുവാൻ സാധിച്ചു. പ്രാർത്ഥന ജീവിതത്തിലൂടെ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചൊല്ലിയും ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ടുമാണ് ഈ മകൾ പരീക്ഷയിൽ പാസ്സാകാൻ സാധിച്ചത്. പിന്നെ ഉണ്ടായിരുന്ന നിയോഗം 6 വർഷം അവർ ശ്രമിക്കുകയായിരുന്നു ഒരു വസ്തു വിൽക്കുവാൻ. ഉടമ്പടി എടുത്തതിന് ശേഷം 6 മാസം കൊണ്ടാണ് ആ വസ്തു വിൽക്കുവാൻ സാധിച്ചത്. ആ അമ്മ എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണവും ചൊല്ലി ആ വസ്തു വിൽക്കുവാനായിട്ട് ഈശോയോടും അമ്മയോടും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ടൈം ഷോർട്ടണിൻ്റെ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ പ്രാർത്ഥന കേട്ട് 6 വർഷം ശ്രമിച്ചത്, വസ്തു വിൽക്കാൻ ശ്രമിച്ച കാര്യം 6 മാസം കൊണ്ടാണ് അത് നടത്തി കൊടുത്തത്. ഓരോ വ്യക്തികളും ഉടമ്പടി ജീവിതത്തിൽ നയിക്കുമ്പോൾ, ആത്മാർത്ഥതയോടെ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ നമുക്കൊരു ദൈവമാണ് കൂടെയുള്ളത്. ആ ദൈവത്തിലേക്ക് നമുക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാം. എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി നമ്മുടെ ഉടമ്പടി ജീവിതവും ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈ കുടുംബത്തിന്, എൽസമ്മ അലക്സാണ്ടറിൻ്റെയും കുടുംബത്തിന് ലഭിച്ച ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയും അമ്മയും കഴിഞ്ഞു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.